Welcome to Alaami Kitchen. ഇന്ന് നമുക്ക് നല്ലൊരു ഷവർമ അങ്ങനെ ചാർക്കോൾ ഷവർമ അങ്ങനെ വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം. ഷവർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പിക്കിൾസ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി പച്ചമുളക് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം പിന്നെ ആവശ്യമുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വിനാഗിരിയും കൂടി അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. 1-2 മിനിറ്റ് വരെ ഇതുപോലെ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂട് മാറിയാൽ നന്നായിട്ട് ചൂട് മാറേണ്ട ഒരു ഇളം ചൂടിൽ തന്നെ നമുക്കിതിൽ ബാക്കിയുള്ള പിക്കിൾസിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസും കൂടി ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഈ വെജിറ്റബിൾസിനെല്ലാം ആവശ്യമുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഇനി കുറച്ച് ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും പിന്നെ കക്കരി വട്ടത്തിൽ കട്ട് ചെയ്തതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. റുമാലി റൊട്ടിക്ക് നമ്മൾ പൊടി എങ്ങനെ കുഴക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ആവശ്യത്തിനുള്ള മൈദക്ക് അതിൻ്റെ നേരെ പകുതി നമ്മൾ അരിപ്പൊടി ചേർക്കണം. അരിപ്പൊടി സാധാരണ നമ്മൾ ഒറോട്ടിക്കെല്ലാം എടുക്കുന്ന അരിപ്പൊടി തന്നെയാണ് ചേർക്കേണ്ടത്, നൈസായിട്ട് പൊടിച്ചിട്ടുള്ളത്. അപ്പം 1 കപ്പ് മൈദ എടുക്കുന്നുണ്ടെങ്കിൽ 1/2 കപ്പ് അരിപ്പൊടി ആ ഒരു റേഷ്യോയിലാണ് എടുക്കേണ്ടത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1 ടീസ്പൂണോളം ഗീയും ചേർക്കുക. പിന്നെ പാലൊഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതൊരു 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. ഇനി വേണ്ടത് ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടി ബോൺലെസ് ചിക്കൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്താണ് എടുത്തത്. ഇപ്പം ബ്രസ്റ്റ് പീസ് ആകുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വിനാഗിരിയും ചേർത്ത് കൊടുക്കണം. കുറച്ച് പെപ്പർ പൗഡറും കൂടിയും ചേർത്തിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. പാനിലേക്ക് കുറച്ച് നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന ഒരു രീതിയിലാണിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ചൊരു എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ വൈറ്റ് പെപ്പർ പൗഡറാണ് യൂസ് ചെയ്തത്. അപ്പം വൈറ്റ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നമുക്ക് സാധാരണ കുരുമുളക് പൊടിയും യൂസ് ചെയ്യാം. വൈറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇത്രയും വെള്ള കളറിൽ കിട്ടിയത്. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായതിന് ശേഷം അതിലെ വെള്ളമെല്ലാം നന്നായിട്ട് ഡ്രൈ ആയാൽ നമുക്കിതിനൊരു സ്മോക്കി ഫ്ലേവർ കൊടുക്കണം. അതിനുവേണ്ടി പാനിൽ തന്നെ ഒരു ഫോയിൽ പേപ്പർ ഇതുപോലെ വെച്ചിട്ട് അതിൽ ചാർക്കോൾ നന്നായിട്ട് കത്തിച്ചതിന് ശേഷം വെച്ച് കൊടുക്കാം. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അപ്പം തന്നെ നമ്മളതൊന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കന് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും. നമ്മൾ ചാർക്കോൾ ചെയ്ത ആ ഒരു ടേസ്റ്റിൽ കിട്ടും നമുക്ക്. ഇനി നമുക്ക് പൊട്ടാറ്റോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നീളത്തിൽ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് ആ വെള്ളമൊന്ന് കളഞ്ഞിട്ട് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് കുറച്ച് ഉപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെയാണ് പൊട്ടാറ്റോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് റുമാലി റൊട്ടി ചുട്ടെടുക്കാം. അതിനുവേണ്ടി ചെറിയ നമ്മൾ ചപ്പാത്തിൻ്റെ എല്ലാം ബോൾ എടുക്കുന്ന പോലെ അത്രയും വലുപ്പത്തിലുള്ള ബോൾസ് ആക്കി വെക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കണം. നല്ല നൈസാക്കിയിട്ട് വേണം പരത്തിയെടുക്കാൻ. എന്നിട്ട് കുറച്ച് വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കണം. എന്നിട്ട് നമുക്ക് ചൂടായ കല്ലിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. കല്ലിൽ കൂടുതൽ സമയം വെച്ചിട്ട് നമ്മൾ ചുട്ടെടുക്കരുത്, പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കണം. അല്ലെങ്കിൽ കുറച്ച് ഹാർഡായി പോവും. പെട്ടെന്ന് തന്നെ ആകുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും റുമാലി റൊട്ടി. ഇനി നമ്മൾ ചാർക്കോൾ ഷവർമക്ക് വേണ്ടിയിട്ട് ക്യാബേജ് യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം ലെറ്റ്യൂസ് ലീവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെക്കണം. പിന്നെ നമ്മൾ കുറച്ച് ഹമ്മൂസും കൂടി ഇതിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹമ്മൂസും കൂടി റെഡിയാക്കി വെക്കാം. ഹമ്മൂസിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു.
അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം ഇൻഷാല്ലാ. സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചിക്കൻ ഒന്ന് ചാർക്കോൾ മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ മെയിനായിട്ട് മയോണൈസും ടൊമാറ്റോ സോസാണ് വേണ്ടത്. അത് ഇതുപോലെ ഒരു ഐസിങ് ബാഗിലേക്ക് ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് യൂസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഷവർമ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ആദ്യം റുമാലി റൊട്ടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് അതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഹമ്മൂസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലെറ്റ്യൂസ് ലീവ്സ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ നമ്മൾ പിക്കിളാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റും കക്കരിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മൾ റുമാലി റൊട്ടിയിൽ ഷവർമ ചെയ്യുമ്പോൾ, റുമാലി റൊട്ടിയിൽ നിന്നല്ല ഷവർമക്കായാലും നല്ല ഫില്ലിങ് ഉണ്ടായാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിലേക്ക് ചിക്കനും കൂടി വെച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് മയോണൈസ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പം പൈപ്പിംഗ് ബാഗിലാക്കിയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്കിതിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ പേസ്റ്റും കൂടി ടൊമാറ്റോ സോസും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ രണ്ട് ഭാഗം ഒന്ന് സൈഡ് മടക്കി കൊടുത്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്യുമ്പോൾ നമ്മൾ നല്ല ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഷവർമയും റുമാലി റൊട്ടിയിൽ നമുക്ക് റോൾ ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പോൾ സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടൊന്ന് ഗ്രില്ല് ചെയ്യാം. അല്ലെങ്കിൽ പാനിലാണെങ്കിൽ പാനിലും കുറച്ച് ഇതുപോലെ തന്നെ ബട്ടർ ഇട്ടിട്ട് ഇതൊന്ന് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതുപോലത്തെ ഒരു സാൻഡ്വിച്ച് മേക്കറിലാണ് വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒന്ന് വെച്ച് ബട്ടർ ഇട്ടിട്ട് ഒന്ന് ആ ഭാഗം ഒന്ന് റെഡിയായി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ടിട്ട് മറ്റ് രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതൊരു ഇതുപോലെ ഒരു ഫോയിൽ പേപ്പറിൽ കവർ ചെയ്തെടുക്കാം. നമ്മുടെ ചാനൽ അലാമി കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ഈ കുബൂസിൽ ചെയ്യുന്നതിലും ഭയങ്കര ടേസ്റ്റാണ് ഇതുപോലെ റുമാലി റൊട്ടിയിൽ നമ്മൾ ഷവർമ ചെയ്യുമ്പോൾ. അപ്പം റുമാലി റൊട്ടിയിൽ ഇതുവരെ ഷവർമ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചിക്കൻ ചാർക്കോളും വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരെണ്ണം കഴിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് നല്ല വയറ് ഫില്ലായിരിക്കും. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ കുറച്ച് പിക്കിൾസും അതുപോലെ തന്നെ ലെറ്റ്യൂസ് ലീവ്സ് എല്ലാം വെച്ചിട്ട് സെർവ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഫോയിൽ പേപ്പറിൽ കവർ ചെയ്തതിന് ശേഷം സാൻഡ്വിച്ച് മേക്കറിൽ വെച്ചിട്ട് ഗ്രില്ല് ചെയ്തെടുത്തതാണ്. ഇത് നല്ല ടൈറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഗ്രില്ല് ചെയ്യാം. അല്ലെങ്കിൽ ഷവർമ ഗ്രില്ല് ചെയ്തിട്ട് നമുക്ക് ഫോയിൽ ചുറ്റുന്നതാണെങ്കിലും അങ്ങനെയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.